ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം കുടുംബ കലഹം മാറാനുള്ള ഒരു വിഷയമാണ്. കുടുംബ കലഹം ഇല്ലേ? ഇന്ന് കുടുംബകലഹം മിക്ക കുടുംബത്തിലും പതിവുള്ള ഒരു കാര്യമാണ്. മിക്ക വീടുകളിലും ഉണ്ട് കുടുംബകലഹം. എന്തുകൊണ്ട് അങ്ങനെ വരുന്നു? അതിനുള്ള പല കാര്യമുണ്ട്. പല വിധത്തിലെ കുടുംബകലഹങ്ങൾ വരാം. അച്ഛനമ്മമാർ തമ്മിൽ കലഹം ഉണ്ടാവും അല്ലേ? അച്ഛനമ്മമാർ തമ്മിൽ കലഹിക്കുന്നുണ്ടാവും. സഹോദരങ്ങൾ തമ്മിൽ കലഹം ഉണ്ടാവും. പല കാര്യങ്ങളുണ്ടാവും. സഹോദരങ്ങൾ തമ്മിൽ കലഹം ഉണ്ടാവും. ബന്ധുക്കൾ തമ്മിൽ കലഹം ഉണ്ടാവും അല്ലേ? ബന്ധുക്കൾ തമ്മിൽ, അയൽക്കാർ തമ്മിൽ കലഹങ്ങൾ ഉണ്ടാവും. ഭാര്യാഭർത്തൃ കലഹങ്ങൾ ഉണ്ടാവും. ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹം ഉണ്ടാവും. അതുകൂടാതെ വസ്തുതർക്കം, പണസംബന്ധമായ കലഹം ഉണ്ടാവും. പണസംബന്ധമായ കാര്യത്തിനും കലഹം ഉണ്ടാവും. വസ്തു സംബന്ധമായ കാര്യത്തിനും കലഹം ഉണ്ടാവും. അങ്ങനെ കലഹങ്ങൾ പല വിധത്തിലുണ്ടാവും ഇല്ലേ? കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം ഉലകിൽ സുലഭം എന്നുള്ള ഒരു ചൊല്ലുണ്ടല്ലോ അല്ലേ? പല വിധത്തിൽ കലഹങ്ങൾ ഉണ്ടാകാം. അങ്ങനെ അതിനെല്ലാം പ്രതിവിധിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ദുരിതങ്ങളൊന്നും മാറണമല്ലോ. അതിനെന്താ ചെയ്യാൻ പറ്റും? കുടുംബത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അത് ചെയ്യണം. കുടുംബത്തിൽ എന്ത് വേണം? കുടുംബത്തിൻ്റെ പരദേവതയെ നമ്മൾ ചെന്ന് കണ്ട് പ്രാർത്ഥിക്കണം. കുടുംബക്ഷേത്രത്തിലെ പരദേവത ആ കുടുംബത്തിലെ ദോഷങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കും. എന്തെങ്കിലും ഒരു യഥാസ്ഥിതി വഴിപാട് നടത്താം, അല്ലെങ്കിൽ ഒരു നെയ്വിളക്കെങ്കിലും തെളിയിച്ചിട്ട് അവിടെ പ്രാർത്ഥിക്കാം. കുടുംബത്തിലെ ദുരിതാനുഭവങ്ങളും ദോഷാനുഭവങ്ങളും കലഹങ്ങളും മാറ്റിത്തരണേ, ഞങ്ങളുടെ പരദേവതാ ദേവി അല്ലെങ്കിൽ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പരിസര ശുചീകരണം ഏറ്റവും നല്ലതാണ്. അപ്പൊ ചോദിക്കും, കലഹവും പരിസര ശുചീകരണവും തമ്മിൽ എന്താ ബന്ധം? ഗുളികൻ എന്ന് പറഞ്ഞ ഒരു ഗ്രഹമുണ്ട്. ഗുളികന് ദേവതയുണ്ടല്ലോ. ഗുളികന്റെ പ്രതിഷ്ഠ മലബാർ ഏരിയയിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ ഗുളിക പ്രതിഷ്ഠയുള്ളതാണ്. ഈ ഗുളികൻ എവിടെയാണ് വസിക്കുന്നതെന്ന് അറിയാമോ? ചപ്പ് ചവറ്, മാലിന്യങ്ങൾ, ഇതിലെല്ലാം ഗുളികന്റെ വാസസ്ഥലമാണ്. പണ്ട് കാലത്ത് ഒരു വീട്ടില് മിറ്റമടിച്ച് 3 നേരം അടിച്ച് തെളിക്കും ഇല്ലേ? എന്താണെന്നറിയാം? അവിടെ ഈ ഗുളികന്റെ അല്ലെങ്കിൽ മറ്റ് ദുർദേവതകളുടെ ഒന്നും സാന്നിധ്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് 3 നേരം അടിച്ച് തളിക്കും, കാലത്ത് ഉച്ചക്ക് വൈകിട്ട് അല്ലേ? അങ്ങനെ കണ്ടിട്ടുണ്ട്. ചപ്പ് ചവറുകൾ, മാലിന്യങ്ങൾ, ഇതെല്ലാം എവിടെയെങ്കിലുമൊക്കെ അടിച്ചു കൂട്ടി വെക്കുക, അല്ലെങ്കിൽ അത് വന്ന് കൂട്ടി കിടക്കുക. അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഗുളിക സാന്നിധ്യം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഗുളികന് അതൊക്കെ വലിയ ഇഷ്ടമുള്ള സ്ഥലമാണ്. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ പരിസര ശുചീകരണം നടത്തുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ ഗണപതിക്ക് അഷ്ടദ്രവ്യ ഹോമം നടത്തുന്നത് നല്ലതാണ്. ഗണപതിക്ക് അഷ്ടദ്രവ്യ ഹോമം നടത്തുന്നാൽ നമ്മുടെ കുടുംബത്തിലെ കലഹം മാറുന്നതിന് നല്ലതാണ്. ഗണപതിക്ക് ഐക്യമത്യ ഹോമം നടത്തുന്നല്ല. ഗണപതിക്ക് ഐക്യമത്യ ഹോമം കുടുംബത്തിൽ ചെയ്യാം. അതുകൂടാതെ ദേശദേവതാ പ്രീതി തേടുന്നത് നല്ലതാണ്. നിങ്ങളുടെ കുടുംബക്ഷേത്രം ആണോന്നില്ല, അത് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു ദേവത, അത് ആ ദേവതയാണ്. അതിന് ദേശദേവത, ആ ദേശത്തിന്റെ ദേവതയാണിത് ഇല്ലേ? അപ്പൊ ആ ദേശദേവതയുടെ പ്രീതി നമ്മുടെ കുടുംബത്തിനുണ്ടാകണം. നമ്മുടെ വീടിനടുത്തൊരു ക്ഷേത്രം ഉണ്ടെങ്കിൽ, ഇപ്പൊ ക്ഷേത്രാരാധന ഇപ്പൊ എല്ലായിടത്തും ഉണ്ടല്ലോ, ആർക്ക് വേണമെങ്കിലും ചെന്ന് ക്ഷേത്രത്തിൽ തൊടാം. അപ്പൊ ആ വീടിന്റെ അടുത്തുള്ള ക്ഷേത്രം, അവിടെ ഇരിക്കുന്ന ദേവതയാണ് ആ ദേശത്തിന്റെ ദേവത. അപ്പൊ ആ ദേശത്ത് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ദേശത്ത് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ദേശത്തിന് സംരക്ഷണം തരണമെന്നുണ്ടെങ്കിൽ, ഇതെല്ലാം ദേശദേവത അറിഞ്ഞിരിക്കും. അപ്പൊ ആ ദേശദേവതയെ തൊഴുത് എന്തെങ്കിലും ഒരു യഥാസ്ഥിതി വഴിപാട് നടത്താം. കാശുണ്ടെങ്കിൽ ഒരു നിറമാല നടത്താം, അല്ലെങ്കിൽ ഒരു ദിവസത്തെ പൂജ നടത്താം. അതല്ലെങ്കിൽ ഒരു നെയ്വിളക്കെങ്കിലും തെളിയിച്ച് പ്രാർത്ഥിക്കും. ഇതെല്ലാം ചെയ്താൽ ആ കുടുംബത്തിലെ കലഹം മാറാനായിട്ട് ഏറ്റവും നല്ലതാണ്. ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.